ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്നു. പക്ഷെ പിന്നീട് അതേ കുട്ടി തന്നെ ലോകത്തെ രക്ഷിക്കുന്ന ഹീറോ ആകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതെ, നറൂട്ടോ ഉസുമാക്കിയെ പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആനിമി ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് അവന്റെ ജേണി. നറൂട്ടോ ജനിച്ചത് തന്നെ ഒരു ജിൻജുരുക്കി ആയിട്ടാണ്. അതായത് കുറാമ എന്ന 90 ബീസ്റ്റ് അവന്റെ ഉള്ളിൽ സീൽ ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ വില്ലേജിലുള്ള ഓരോരുത്തരും അവനെ ഭയന്ന് മാറി നടക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ നറൂട്ടോ അതിനെ വീക്ക്നെസ് ആയി കാണാതെ അതിനൊപ്പം ജീവിക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ കക്കാഷിയും ജിറായും പോലുള്ള ഗ്രേറ്റ് മെന്റേഴ്സ് അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. അവിടെയാണ് അവന്റെ നിഞ്ച പത്ത് തുടങ്ങുന്നത്. മൗണ്ട് മ്യോബോക്കിൽ പോയി സേജ് മോഡ് നേടുന്നു. നേച്ചർ ചാക്ര ഉപയോഗിച്ച് അവന്റെ പെർസെപ്ഷൻ, സ്ട്രെങ്ത്, സ്പീഡ് എല്ലാം ഡ്രാസ്റ്റിക് ആയിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു. 4th ഗ്രേഡ് നിഞ്ച വാർ സമയത്ത് നറൂട്ടോയുടെ പങ്ക് പറഞ്ഞറിയിക്കാനാവാത്തത് തന്നെയായിരുന്നു. കുറാമയുമായി ഒരു ബോണ്ടിങ് തന്നെ ഉണ്ടാക്കി ഫുൾ പവേഴ്സും ഷെയർ ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അവൻ റാസൻ ഷുരിക്കൻ പോലുള്ള ടെക്നിക്സിൽ മാസ്റ്ററി നേടുന്നു. കൂടാതെ അവന്റെ ഇമോഷണൽ മെച്യൂരിറ്റിയും വലിയ തോതിൽ തന്നെ വർദ്ധിക്കുന്നു. പിന്നീട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സേജ് ഓഫ് സിക്സ് പാത്തായ ഹാഗറോമ ഒച്ചുസൂക്കി നറൂട്ടോയുമായി ഡിവൈൻ പവേഴ്സ് ഷെയർ ചെയ്യുമ്പോഴാണ്. ട്രൂത്ത് സീക്കിംഗ് ഓപ്സ്, ഗോഡ് ലെവൽ ചാക്ര എല്ലാം നറൂട്ടോയിൽ കിട്ടുന്നു. ആ നിമിഷം മുതൽ അത് നമ്മുടെ പഴയ നറൂട്ടോ അല്ല. ഹി ബിക്കംസ് സംതിങ് എബോവ് എ നോർമൽ ഹ്യൂമൻ. ബട്ട് സ്റ്റിൽ ആ ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. ഈസ് നറൂട്ടോ സ്റ്റിൽ ഹ്യൂമൻ? പവർ എത്ര ഉണ്ടാകട്ടെ, നറൂട്ടോയുടെ റിയൽ സ്ട്രെങ്ത് അവന്റെ മനസ്സ് തന്നെയാണ്. ഒറോച്ചിമാറുവിനെ പോലെയുള്ള വില്ലന്മാർക്ക് പോലും ഒരു സെക്കൻഡ് ചാൻസ് നൽകാൻ തയ്യാറായതും പെയിനിനെ ഈവൻ ആഫ്റ്റർ ഓൾ ഡിസ്ട്രക്ഷൻ സ്നേഹത്തോടെ കണക്കാക്കിയതും ഹ്യൂമാനിറ്റി, റിയൽ ഹ്യൂമാനിറ്റി. ജനനം കൊണ്ട് അവൻ ഒരിക്കലും ഒരു ദൈവമല്ല. പക്ഷെ വേദന കൊണ്ടും സൗഹൃദ ബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അവനത് നേടിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ നറൂട്ടോയുടെ ജേണി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട വലിയൊരു പാഠം തന്നെയാണ്. നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നറൂട്ടോയിലൂടെയാണ്. ഒറ്റപ്പെട്ടവനാണെന്ന് ചിന്തിക്കുന്നവർക്ക് നറൂട്ടോ ഈസ് ആൻ അൾട്ടിമേറ്റ് ഇൻസ്പിറേഷൻ. പവർ കെയിം ലേറ്റർ but hurt that stayed human always. എന്റെ ജീവിതത്തെ നറൂട്ടോയ്ക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ നറൂട്ടോയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ let me know in comments. sayonara.